സ്വാഭാവിക ബ്രെയിൻ ഡെത്തിന് ശേഷം ഓർഗൻസ് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്നത് ഒരു സത്കർമ്മമാണ്. അങ്ങനെ ബ്രെയിൻ ഡെത്തായി എന്ന് പ്രഖ്യാപിച്ച് ഒരു യുവാവിന്റെ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായി ഡോക്ടേഴ്സ് പ്രിപ്പയർ ചെയ്യുകയായിരുന്നു. പെട്ടെന്നാണ് ആ പേഷ്യന്റിൽ നിന്നും ചെറിയ ചലനങ്ങളും ഞരക്കങ്ങളും ഉണ്ടാകുന്നത്. ഈ പേഷ്യന്റിനെ ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോഴേ അവന്റെ ബ്രെയിൻ ഡെഡായി എന്ന് ഡോക്ടേഴ്സ് വിധി എഴുതിയതായിരുന്നു. അങ്ങനെ ആ പേഷ്യന്റിനെ ലിവർ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് അവനിൽ നിന്ന് ചലനങ്ങളും ഞരക്കങ്ങളും ഡോക്ടേഴ്സ് ശ്രദ്ധിക്കുന്നത്. മാത്രമല്ല അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകി വരുന്നുണ്ടായിരുന്നു. ഇത് ശ്രദ്ധിച്ച സർജറി ടീമിലെ ചില ഡോക്ടേഴ്സ് ട്രാൻസ്പ്ലാന്റേഷൻ നടത്താൻ വിസമ്മതിച്ചു. എന്നാൽ മെഡിക്കൽ സയൻസിലെ ഒരു എത്തിക്സും പാലിക്കാത്ത ഓർഗൻ മാഫിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘം ഡോക്ടേഴ്സ് ആ മെഡിക്കൽ റൂമിനകത്തുണ്ടായിരുന്നു. അവർ ഈ ട്രാൻസ്പ്ലാന്റേഷൻ കണ്ടിന്യൂ ചെയ്തേ പറ്റൂവെന്ന് വാദിച്ചെങ്കിലും മറ്റുള്ള ഡോക്ടേഴ്സ് എതിർത്തതിനെ തുടർന്ന് പ്രൊസീഡിംഗ്സ് പിന്നീട് നിർത്തിവെക്കുകയായിരുന്നു. അങ്ങനെ നിസ്സഹായനായി ആ ബെഡിൽ കിടന്ന യുവാവിന്റെ ജീവൻ തിരിച്ചു കിട്ടി. ഒരു തരത്തിലുള്ള മീഡിയ അറ്റൻഷനും കടന്നു ചെല്ലാത്ത അന്ത്യചർച്ചകളിൽ വരാത്ത ഒരു മേഖലയാണിത്. ലോകമെമ്പാടും ഇങ്ങനെയുള്ള നിയമവിരുദ്ധമായ എത്തിക്സിന് വിരുദ്ധമായ ഒരുപാട് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നുണ്ട്. എന്നാൽ ഇതിനെ ഒരു പരിധിവരെ തടയിടുന്നതും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചില നല്ല ഡോക്ടേഴ്സിന്റെ ഇടപെടലുകളാണ്.